ശ്രീഗുരുഭ്യോ നമ. ഭദ്രം കരോതു സതതം ബദ്രീ വിശാല. ഇന്നിപ്പോൾ ബദ്രീനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും മഹത്തരമായ ഒരു സൽക്കർമ്മത്തിൽ ഈ ഭാഗവത സത്രവേദിയിൽ എത്താൻ സാധിച്ചതിന് വളരെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കാരണം നമ്മൾ ഓരോ ഭാഗവത സപ്താഹ സ്ഥലത്തും നമ്മൾ ആ ഭൂമിയിൽ എത്തണമെങ്കിൽ ആ ഭഗവാന്റെ ഒരു തീരുമാനം കൂടെ വേണം. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗവത സത്രം നടക്കുന്നുണ്ട്. ഇതിലേക്ക് എന്നെ ആദ്യമായിട്ട് ക്ഷണിച്ചത് ഇവിടുത്തെ മേൽശാന്തി തന്നെയാണ്. അദ്ദേഹം ഈ വർഷം ബദ്രികാശ്രമത്തിലെത്തി. ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, ഇതുപോലെ ഹരിയേട്ടൻ്റെയാണ് സപ്താഹ, ആചാര്യൻ ആരാണെന്ന് ചോദിച്ചപ്പം ഹരിയേട്ടൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഇവിടെ എങ്ങനെയാണ് എത്തേണ്ടതെന്നോ അല്ലെങ്കിൽ അതിനൊരു ക്ഷണം ലഭിക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതൊരു ഭഗവാന്റെ തീരുമാനമായിട്ടുമാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ആ ഭാഗവത ഭൂമിയിൽ ബദ്രികാശ്രമത്തിൽ ആ ഭഗവാന്റെ ഒരു പൂർണ്ണ തീരുമാനമായിട്ടാണ് ഞാൻ എല്ലാം കണക്കാക്കാറ്. ഏതാണ്ട് ബദ്രികാശ്രമത്തിൽ ഇപ്പം 15 വർഷത്തോളം ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഭഗവാനെ പൂജിക്കാൻ ഏതാണ്ടോ 10 വർഷത്തോളമായിട്ടാണ് ഭഗവാനെ പൂജിക്കുന്നത്. പൂർവികരായിട്ട് കുടുംബ പാരമ്പര്യമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ടെങ്കിലും അതൊന്നുമല്ല ഒരു ഘടകം എന്ന് പൂർണ്ണമായിട്ടും അവിടുന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ ഫലദേവതയായിട്ടാണ് ബദ്രിനാഥനെ പറയുന്നത്. ഇപ്പോൾ ഭാരതീയരെ സംബന്ധിച്ച് നമ്മുടെ ഓരോ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ബദ്രികാശ്രമം. അതിൽ നമുക്കിപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലുള്ള ഉദ്ധവരുടെ ബദ്രിയാത്ര എന്ന ആ ഭാഗം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചറിയുക. എന്നാൽ ബദ്രികാശ്രമം അങ്ങനെയല്ല. അത് നമ്മുടെ 18 പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഏക സ്ഥലം ബദ്രികാശ്രമമാണ്. അതുപോലെ തന്നെ ഭഗവാൻ എൻ്റേത് എന്ന ശബ്ദത്തോടു കൂടിയിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ ഏക സ്ഥലം ബദ്രികാശ്രമമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അത്രയും പ്രിയ സുഹൃത്തായ ഉദ്ധവരെ, കൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ പ്രിയ സുഹൃത്തായ ഉദ്ധവരെ ബദ്രികാശ്രമത്തിലേക്ക് അയച്ചത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതുപോലെ സപ്താഹവേദികളിൽ, സത്രവേദികളിൽ ഇരുന്ന് നമ്മൾ ശ്രവിക്കുന്നതൊക്കെ അതൊക്കെ നമ്മൾ മനനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഈ കലിയുഗത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സ് ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാത്ത അവസ്ഥയും ഈ കലിയുഗത്തിൽ തന്നെയാണ് കൂടുതൽ. ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അനവധി മോശമായ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം നമ്മുടെ ഭക്തിക്കുറവിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമുക്കിതുപോലെയുള്ള നല്ല നല്ല അവസരങ്ങൾ, യജ്ഞവേദികളിൽ കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സമയം കണ്ടെത്തി പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു മഹാഭാഗ്യമാണ്. കാരണം ആ ഗുരുവായൂരപ്പനെ പൂജിച്ച 2 മേശാന്തിമാരാണ് ഭഗവാനെ സേവിച്ച, ഉണ്ണിക്കണ്ണനെ സേവിച്ച
2 മേൽശാന്തിമാരാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഭാഗവതത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അത്രയും വലിയൊരു പുണ്യം നിങ്ങളേതോ മുൻ ജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മഹാഭാഗ്യം ലഭിച്ചത്. പക്ഷെ നമുക്കിതൊന്നും, എന്തൊക്കെ ഭാഗ്യങ്ങൾ ലഭിച്ചാലും അതെന്താണെന്ന് തിരിച്ചറിയാൻ, അത് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഒരു ക്ഷേത്ര ദർശനം എന്തിനു നടത്തുന്നു എന്ന് പോലും മനസ്സിലാക്കാത്ത അനവധി ആളുകളുണ്ട് ഇന്നിപ്പോൾ. മിക്കവാറും ആൾക്കാർ ധരിച്ചിരിക്കുന്നത് ഒരു ക്ഷേത്ര ദർശനം നടത്തുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അല്ലെങ്കിൽ കുടുംബത്തിൽ സൽസന്താനങ്ങൾ ഉണ്ടാവാൻ മാത്രം, അല്ലെങ്കിൽ ജോലിക്ക്, അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറാൻ, ഇതിനൊക്കെയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ടും പ്രാർത്ഥന നടത്തും. നമുക്ക് ഇന്നത് സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന് തുളസിമാല തരാം, അല്ലെങ്കിൽ പാൽപ്പായസം കഴിക്കാമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ നടത്തും. ഈ ഭഗവാൻ എന്ന് പറഞ്ഞ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ പ്രാർത്ഥനകൾ ചെയ്യുന്നത്. കാരണം ഈ ഭഗവാൻ എന്ന് പറഞ്ഞ ശക്തി പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു തേജസ്സാണ്. നമ്മളൊരു കാര്യവും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഒരു ക്ഷേത്രത്തിൽ പോയിട്ടും നമുക്ക് ഇന്നത് വേണം എന്ന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ ഭഗവാൻ എന്ന് പറഞ്ഞ ശക്തിക്ക് നമുക്ക് എന്താണ് തരേണ്ടത് എന്ന് വ്യക്തമായിട്ടറിയാം. നമ്മൾ പറയാത്ത പലതും നമ്മളിൽ എത്തുന്നുണ്ട്. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ അനുഭവങ്ങളും അത് നല്ലതും ചീത്തയുമായിട്ട് തിരിക്കുന്നതും നമ്മളാണ്. അപ്പം നമുക്കുണ്ടാവുന്ന ഓരോ അനുഭവങ്ങളും ഭഗവാനായിട്ട് നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. ഇപ്പം ഭഗവാനെ ഭജിക്കണമെങ്കിൽ നമുക്ക് മോശ അനുഭവങ്ങൾ ഉണ്ടായാലേ നമുക്ക് ഭക്തി വരുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെ മോശം അവസ്ഥയാണ് നമ്മൾ കൂടുതൽ സ്വീകരിക്കുക. ആ ഭഗവാൻ എന്ന് പറഞ്ഞ ശക്തി എന്താണ്? നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ആരാധന ചെയ്യുന്നു. ആരാധന ചെയ്യുന്നത് എന്തിനാണ് എന്ന് തൊട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടുത്തെ ദേവകല, ആ ദേവചൈതന്യം എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഓരോ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ബിംബത്തിലും ആ പ്രതിഷ്ഠിക്കുന്ന തന്ത്രിയുടെ ചൈതന്യം മാത്രമല്ല, പ്രപഞ്ചശക്തിയിൽ നിന്നും കൂടെ ആവാഹിച്ചിട്ടാണ് പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ചൈതന്യം അത് നമ്മുടെ ഉള്ളിലുമുണ്ട്, ഓരോ വ്യക്തിയുടെ ഉള്ളിലുമുണ്ട്. ആ ചൈതന്യത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്. ഭഗവാനെ സംബന്ധിച്ചൊരു ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. ഇപ്പോൾ ബദരികാശ്രമത്തിലാണെങ്കിൽ പോലും ആ ഭഗവാന്റെ സാന്നിധ്യം ആ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പം അത്രയും ആ ഭഗവാന്റെ ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിലാക്കി നമുക്ക് ഉപാസിക്കാനുള്ള ഉപാധിയായിട്ടാണ് നമ്മൾ വിഗ്രഹാരാധന ചെയ്യുന്നത്. അപ്പം ചോദിക്കും, നമ്മൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കാത്ത പലരും നമ്മളോട് ചോദിക്കും, ഇങ്ങനെ എന്തിനു പൂജ ചെയ്യണം, അതുകൊണ്ട് എന്ത് ലഭിക്കുന്നു എന്ന്. നമ്മൾ പൂജിക്കുന്നത് പഞ്ചഭൂതങ്ങളെയാണ്. നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിൽ ജലത്തെയും അഗ്നിയെയും വായുവിനെയും ഒക്കെ പൂജിക്കുന്നവരാണ്, ആകാശത്തെയും ഭൂമിയെയും ഒക്കെ. നമ്മളൊരു വിഗ്രഹം ഉണ്ടാക്കുന്നത് പോലും ഭൂമിയിൽ നിന്നാണ്. ശിലയായിട്ടോ അല്ലെങ്കിൽ തടിയിലുള്ള ദാരുബിംബങ്ങളായിട്ടോ അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെയുള്ള പല ലോഹങ്ങൾ ചേർത്ത് പഞ്ചലോഹം അങ്ങനെയുള്ള മൂർത്തികളെ രൂപീകരിച്ച് ആ സ്വരൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏത് രൂപത്തിലും സഞ്ചരിക്കാൻ സാധിക്കും. അതാണ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ 18 പുരാണങ്ങൾ തന്നിരിക്കുന്ന ഈ 18 പുരാണങ്ങളിലും നമുക്ക് ഏത് വഴിയിലെ സഞ്ചരിച്ചാലും നമ്മൾ ഒന്നിലേക്ക് എത്തുന്നു എന്നാണ് പറഞ്ഞു തരുന്നത്.
ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലുള്ള ദൈവചൈതന്യത്തെ വളർത്തുക എന്ന ലക്ഷ്യത്തിനാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച്, ആ ക്ഷേത്രത്തിൽ ആ ദൈവചൈതന്യത്തിന് മുമ്പിൽ നിന്ന് നമ്മൾ കൈകൂപ്പി തൊഴുമ്പോൾ ആ ദൈവചൈതന്യത്തെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ മനസ്സിലേക്ക്. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിത്യവും കുടുംബത്തെ സന്ധ്യാനാമ ജപവും ഒക്കെയുള്ള കുടുംബങ്ങളാണെങ്കിൽ നമ്മൾ സൽക്കർമ്മങ്ങളിലേക്ക് മാത്രം, നമ്മുടെ കർമ്മത്തിൽ ശുദ്ധി വരുത്താൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ ഭക്തി എന്ന് പറഞ്ഞ ഭാവം നമ്മളിൽ ഇല്ലാത്തപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങളിൽ ശുദ്ധിയില്ലാതെ വരിക. ആ കർമ്മശുദ്ധി നമ്മൾ വരുത്തണം. കർമ്മശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഇന്നത് വേണം എന്ന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ബദരികാശ്രമത്തിൽ ബദരിനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊക്കെ തന്നെയാണ്. ബദരിനാഥൻ പത്മാസനത്തിൽ തപസ്സിലിരിക്കുകയാണ് ബദരികാശ്രമത്തിൽ. ഭഗവാനെ സംബന്ധിച്ച് തപസ്സിലിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ നമുക്ക് ഓരോ മനുഷ്യ ജീവനും വേണ്ടിയിട്ട് നമ്മുടെ ഓരോ സ്വകർമ്മങ്ങൾ ഒരു തപസ് പോലെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന സ്ഥലമാണ് ബദരികാശ്രമം. ലക്ഷ്മി ദേവി ഭഗവാനെ തണലായിട്ട് നിൽക്കുന്നു. പത്നിയുടെ ധർമ്മം എന്താണ് എന്നാണ് ലക്ഷ്മി ദേവി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ ഭഗവാനെ നന്നായിട്ട് ആരാധിക്കുകയാണെങ്കിൽ ആ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ചൈതന്യത്തെ വളർത്താൻ ശ്രമിക്കുക. നമ്മൾ മനുഷ്യരാകാൻ ശ്രമിക്കുക. ആ മനുഷ്യ ജന്മത്തിൽ മാത്രം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒന്നാണ് പരമാത്മാവിലെത്തുക എന്നുള്ളത്. മറ്റൊരു ജീവജാലങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല. ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ നമുക്ക് പരിപൂർണതയിലെത്താൻ സാധിക്കുകയുള്ളൂ. കുബേര ഭഗവാൻ യക്ഷരാജനാണ്. കുബേര ഭഗവാൻ, ആ ഭഗവാൻ പോലും മഹാവിഷ്ണുവിൻ്റെ ചരണങ്ങളിലെത്തി. ബദരികാശ്രമത്തിൽ അതുപോലെ ഗരുഡ ഭഗവാൻ അനവധി കാലത്തോളം തപസ് ചെയ്ത് ഭഗവാന്റെ ഭക്തനായി ഭഗവാന്റെ വാഹനം ആകാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത ആളാണ് ഗരുഡ ഭഗവാൻ. നാരദ മഹർഷിയെ സംബന്ധിച്ച് നാരദ മഹർഷി ഭഗവാന്റെ ഭക്തനായിട്ട് ആ ഭക്തന് ഭൂമിയിൽ മറ്റൊരിടത്തും പോകാൻ ഒരിടത്ത് പോലും 1 മണിക്കൂർ കൂടുതൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അതിൽ നിന്നും ശാപമുക്തി ബദരികാശ്രമത്തിൽ മാത്രമാണ്. ഉദ്ധവരെ സംബന്ധിച്ച് ഭഗവാന്റെ ഏറ്റവും പ്രിയ സുഹൃത്താണ് ഉദ്ധവര്. ഈ ഉദ്ധവര് നമ്മളെപ്പോലെ നടന്ന് ബദരികാശ്രമത്തിലെത്തി. ബദരികാശ്രമത്തിലെത്തിയതിനു ശേഷം ഭഗവാന്റെ സ്വരൂപമായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവന്മാർക്ക് മനുഷ്യനും മനുഷ്യർക്ക് ദേവനുമായിട്ടാണ് ഉദ്ധവരെ ആരാധിക്കുന്നത്. ഭഗവാന്റെ ഉത്സവമൂർത്തിയായിട്ട് ഇന്നും ബദരികാശ്രമത്തിൽ ഉദ്ധവരെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ധവർ 6 മാസം പാണ്ഡവേശ്വരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് പൂജ. പിന്നെ നരനാരായണന്മാര്, ഇങ്ങനെ 7 ദേവന്മാരെയാണ് ബദരികാശ്രമത്തിൽ ഒരേ ഗർഭഗൃഹത്തിൽ ആരാധിക്കുന്നത്. ആ നരനാരായണന്മാർ തപസ് ചെയ്ത ഭൂമി, ആ നരനാരായണന്മാർ തപസ് ചെയ്ത ഭൂമിയിൽ അളകനന്ദയിൽ അളകാപുരിയിൽ നിന്ന് വരുന്ന നദിയായ അളകനന്ദയുടെ തീരത്താണ് ഈ ബദരികാശ്രമം. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും യഥാർത്ഥ ഭക്തിയിൽ നമ്മൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മനുഷ്യജന്മം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. ഈ മനുഷ്യജന്മം പൂർത്തീകരിക്കാനുള്ള അതിലെ പല പല ഘട്ടങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ജീവിച്ച് തീർക്കുന്നതൊക്കെ. അതിൽ നമ്മൾ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവണം. ഭക്തി എന്ന് പറഞ്ഞ ഭാവം നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഇതുപോലെയുള്ള യജ്ഞവേദികളിൽ യജ്ഞാചാര്യന്മാർ പറഞ്ഞു തരുന്ന ആ ഭഗവാന്റെ സാക്ഷാൽ ഭഗവാൻ വസിച്ചിരുന്ന ആ ഭൂമിയിലെ ഭഗവാന്റെ ജീവചരിത്രം നമ്മൾ പഠിക്കണം. ഇതൊന്നും വെറും ഒരു കഥയല്ല. കാരണം ഈ 18 പുരാണങ്ങളുടെയും ഭൂമിയാണ് ബദരികാശ്രമം. ഈ ബദരികാശ്രമം ഇന്നും നമ്മുടെ ഈ ഭൂമിയിൽ ഉത്തരാഖണ്ഡിലുണ്ട്. അതുപോലെ തന്നെ വ്യാസമഹർഷി വസിച്ചിരുന്ന ഭൂമി അതും ബദരികാശ്രമത്തിൽ തന്നെയാണ്. മാന എന്ന് പറഞ്ഞ
നമ്മുടെ ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജാണ് മാന. ഇന്നും വ്യാസഗുഹ അവിടെയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് നമ്മുടെ ജന്മജന്മാന്തര പുണ്യം തന്നെയാണ്. നമ്മൾ എത്രയോ ജന്മം കൊണ്ട് ചെയ്ത പുണ്യങ്ങളെ കൊണ്ടാണ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് എന്തിനാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്ന് മുതൽ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്നിപ്പോൾ അതിന് അനവധി മാർഗങ്ങൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇതുതന്നെയാണ്. ഇതുപോലെയുള്ള നല്ല യജ്ഞവേദികളിൽ കുട്ടികളെ കൊണ്ടുപോകുക. അവിടെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിലുള്ള എന്ത് സംശയവും ആ സമയത്ത് അവിടുത്തെ ആചാര്യനോട് ചോദിച്ച് മനസ്സിലാക്കുക. നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇതിന് ഉത്തരം കണ്ടെത്തുക. അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മനുഷ്യജന്മം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പഴയ കാലങ്ങളെ ചിന്തിച്ച് നോക്കുക. കലിയുഗത്തിൻ്റെ ഭാവം എങ്ങനെ പോകുന്നു നമ്മൾ ചിന്തിച്ച് നോക്കുക. പഴയ കാലത്ത് 100 വയസ്സുകളോളം മനുഷ്യർ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞ് ഏതാണ്ട് 65-70 വയസ്സ് വരെ, അല്ലെങ്കിൽ അതിന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമ്മുടെ സ്വന്തം ധർമ്മം അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ധർമ്മം എന്നാൽ നമുക്ക് ചുറ്റുപാടുമുള്ള ചരാചരങ്ങളെ ആർക്കും ദോഷം വരാതെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് ധർമ്മം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ജോലി, അത് ഏത് ജോലിയായാലും അത് വൃത്തിയായിട്ട് ചെയ്യുക. അത് ചെയ്താൽ അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. എന്നെ സംബന്ധിച്ച് ഏതാണ്ട് 2020 കോവിഡിൻ്റെ മഹാമാരിയുടെ സമയത്ത് ബദരികാശ്രമത്തിലേക്ക് യാത്ര പോകേണ്ട ആവശ്യം വന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഏപ്രിൽ 16 കണ്ണൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ഇത് മുഴുവൻ ഞാൻ തീരുമാനിച്ചതും ചെയ്യുന്നതും ഏപ്രിൽ 15 നമുക്ക് ആ സമയത്ത് എവിടെയൊക്കെ നമുക്ക് ആൾക്കാരെ പരിചയമുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഏതാണ്ട് 3-4 മണിക്കൂറുകൾ വളരെ വിഷമിച്ച് പലരെയും വിളിച്ച് സംസാരിച്ച് ആ സമയത്ത് മുഴുവൻ ഭഗവാൻ ഇത് നടപ്പാക്കി തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാഹനം കിട്ടാൻ വിഷമിച്ചു, വണ്ടി ഓടിക്കാൻ ഒരാളെ കിട്ടാൻ വിഷമിച്ചു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടാണ് പിറ്റേ ദിവസം യാത്ര തിരിക്കുന്നത്. 3-4 ദിവസത്തോളം വഴിയിൽ ഭക്ഷണം ഇല്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും പോലീസുകാർ കൈ കാണിക്കും, അവിടെയൊക്കെ വണ്ടി നിർത്തി. വളരെ ബുദ്ധിമുട്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഭഗവാന്റെ പരീക്ഷയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചാൽ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് കണക്കാക്കുക. അപ്പം അത്രയും ആ ഭഗവാന്റെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാണ് ഉത്തരാഖണ്ഡിലെത്തുന്നത്. അതിനിടയിൽ എനിക്ക് ഏറ്റവും ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ആ സമയത്ത്, ആ യാത്രയിൽ കോവിഡിൻ്റെ സമയത്ത് മധുരയിൽ, ഭഗവാന്റെ ജന്മഭൂമിയായ മധുരയിൽ ദർശനത്തിനൊരു മഹാഭാഗ്യം ലഭിച്ചു. മധുര ആ ഭാഗത്ത് എത്തുന്നതിന് ഏതാണ്ടോ ഒരു 15 കിലോമീറ്റർ മുമ്പെയാണ് എനിക്ക് ഒരു കോള് വരുന്നത്. ഏതെങ്കിലും സമയത്ത് മഹാരാജ് ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ഇവിടെ കയറണം, ഇവിടെ ദർശനം നടത്താൻ വരണം എന്നൊരു കോളായിരുന്നത്. ആ സമയത്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ കോൾ ചെയ്തു. എന്നെ സംബന്ധിച്ച് അന്നത്തെ ദിവസം രാത്രിയിൽ വൈകിട്ട് താമസിക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു ഈ സമയത്ത് തന്നെ അവിടെ എത്തിയാൽ സാധിക്കുമെന്ന്. അദ്ദേഹം ആദ്യം പറഞ്ഞു ഈ സമയത്ത് കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് നമുക്കത് സാധിക്കുന്ന കാര്യമല്ല. രണ്ടാമത് അവിടുത്തെ തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് വിളിച്ച് ഞാൻ അന്വേഷിച്ചു. അതിനുശേഷം അവർ സംസാരിച്ച് അന്ന് തന്നെ അവിടെ ആ ഭഗവാൻ ജനിച്ച കാരാഗ്രഹത്തിൽ അവിടെ ചെല്ലാനും ദർശനം നടത്താനും ഏതാണ്ട് 2-3 മണിക്കൂർ ഭഗവാനെ ഭജിക്കാനും എനിക്ക് സാധിച്ചു. കാരണം അതിനു മുമ്പ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് പോയിട്ട് അവിടെ ദർശനത്തിന് സാധിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഭഗവാനായിട്ട് എന്നെ വിളിച്ച് കയറ്റിയതാണ്.
കാരണം ആ സമയത്ത് ഒരാൾക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റാത്ത ഒരു സമയത്ത് ബദ്രിനാഥൻ തന്നെ വഴിയൊരുക്കി എനിക്ക് അവിടെ എത്താൻ സാധിച്ചതാണ്. അതുപോലെ പല സ്ഥലത്തും വണ്ടികൾ തടയുന്നു, ആൾക്കാരെ തല്ലുന്നു. ഇതൊക്കെ അഭിമുഖീകരിച്ചാണ് ആ സമയത്ത് ബദരികാശ്രമത്തിലേക്കുള്ള യാത്രയുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഭഗവാനായിട്ട് ചെയ്തു തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഓരോ അനുഭവങ്ങളും ഭഗവാനായിട്ട് എനിക്ക് തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൽ നല്ലതും ചീത്തയില്ല. കാരണം നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ദോഷവശം ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ തിരിച്ചറിയേണ്ടത്. ഇതും ഭഗവാന്റെ ലീലയാണ്. സാധാരണ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക, നമുക്കുണ്ടാവുന്ന നല്ല അനുഭവങ്ങളൊക്കെ നമ്മുടെ ക്രെഡിറ്റും നമുക്കുണ്ടാവുന്ന മോശമായ അനുഭവങ്ങളൊക്കെ ഭഗവാൻ നമുക്ക് തരുന്നതും എന്നാണ്. എല്ലാം ഭഗവാനായിട്ട് തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ് ഈ ദേവ ചൈതന്യമൊക്കെ ഉള്ളത്. അത് ശക്തി ആർജിക്കുന്നത് എങ്ങനെ, നമ്മൾ എന്തിനെ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മനസ്സിന് നല്ല മനഃശക്തി, ആ ഭഗവാൻ എന്ന് പറഞ്ഞ ശക്തി നമ്മുടെ കൂടെയുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ നടന്നാൽ നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം മിക്കവാറും ക്ഷേത്രങ്ങളിൽ പോകുമ്പം വളരെ ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ് ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന വിഗ്രഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടേ ഇല്ല. കാരണം നമ്മൾ ഇന്നിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മളൊരു സാധാരണ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും ഒരു ക്ഷേത്രത്തിന് ഈ നാലമ്പലത്തിനകത്ത് മൊബൈൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മൊബൈൽ എന്ന് പറഞ്ഞ വസ്തു തന്നെ എത്രത്തോളം റേഡിയേഷനുള്ള സാധനമാണെന്ന് നമുക്കറിയാം. നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്നത് ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ ചൈതന്യം നമ്മളിലേക്ക് ആവാഹിച്ച് നമ്മളെ ഉള്ളിൽ കുടിയിരുത്താനാണ്. നമ്മൾ ഈ റേഡിയേഷനുള്ള ഫോണുമായിട്ട് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പോലും പകുതിയെ ഫോണിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പം നമ്മുടെ മാനസികാവസ്ഥയൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും പരമാവധി നമ്മൾ നാലമ്പലത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. പല സ്ഥലത്തും നമ്മൾ ചെന്ന് നാമം ജപിക്കാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ഫോണിൻ്റെ ബെല്ലുണ്ടാവുക. അതൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും നമുക്കും നമ്മുടെ അവിടെ ആ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒരുപോലെയാണ്, നമ്മളെക്കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ യഥാർത്ഥ മനുഷ്യനാവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇപ്പം തിരക്കുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ നിന്ന് തൊഴും. നമ്മളങ്ങനെ തൊഴുതാൽ നമ്മളെ ഭഗവാൻ കാണുമൊന്നുമില്ല. കാരണം ആ ഭഗവാന്റെ ദൃഷ്ടി എപ്പം നമ്മളിൽ എത്തുന്നോ അപ്പോൾ മാത്രമാണ് നമ്മുടെ ദർശനം ചെയ്തതിൻ്റെ ഫലം ലഭിക്കുക. ഭഗവാനെ സംബന്ധിച്ച് ഭക്തരെല്ലാവരും ഒരുപോലെയാണ്. അപ്പം ഭഗവാനും നമ്മളും ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ആ മൂർത്തിയുടെ മുമ്പിൽ നിന്ന് ദർശനം നടത്തി കഴിയുമ്പോൾ ആ ഭഗവാന്റെ ശക്തിയിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാറാം. അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ദൈവചൈതന്യത്തെ വളർത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വരും തലമുറയ്ക്ക് നല്ല പാഠമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന കേരളത്തിലെ വൃദ്ധസദനങ്ങൾ കുറയും. നമ്മുടെ വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതമുണ്ടാകും. അച്ഛനും അമ്മയും കണ്ട മക്കളെ തിരിച്ചറിയും. ഈ അവസ്ഥയിലേക്കൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഓരോ കുടുംബത്തിൽ ചെല്ലുമ്പോഴും അവരെ നിത്യവും രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കാത്ത, നാമം ജപിക്കാത്ത ഗൃഹങ്ങളില്ല. എല്ലായിടത്തും ദിവസം ഉണ്ടാവും. അവരുടെ കുടുംബത്തിൽ ഒരു കല്യാണമോ വിശേഷം ഉണ്ടെങ്കിൽ സുന്ദരകാന്ഡ പാരായണം, രാമകഥ അല്ലെങ്കിൽ ഭജന ഇതൊക്കെ ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നും കുറച്ചൊക്കെ മാറാൻ ശ്രമിക്കുന്നു. എന്നാലും ഇതൊക്കെ തിരിച്ചു വരത്തക്ക രീതിയിൽ ഇന്ന് പല സ്ഥലങ്ങളിലും ആചാര്യശ്രേഷ്ഠന്മാർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളതൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ വരും തലമുറയെ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ആ ക്ഷേത്ര ദർശനം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ദിവസം 1 പ്രാവശ്യമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തണം. ഏതൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യ മര്യാദകൾ നമ്മൾ പാലിക്കുക. നമ്മളും ഭഗവാനും ഒന്നാണ്. അപ്പോൾ ഭഗവാന് നമ്മളാൽ
ആ ദേവചൈതന്യത്തെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. ഓരോ നാട്ടിലെയും ക്ഷേത്രം, ആ ക്ഷേത്രം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ മനുഷ്യരായിരിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ നമ്മൾ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളതുപോലെ ഇന്നിപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഒരു ഫോൺ കോൾ വന്നാൽ പോലും ആരും ഹരി ഓം അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്നുള്ള ഒരു ഉച്ചാരണം, എല്ലാവരും ഹലോ എന്നാണ് സംസാരിക്കുക. അത് തന്നെ നമ്മൾ മാറ്റി നമ്മുടെ സംസ്കാരത്തെ നമ്മൾ വീണ്ടെടുക്കാൻ വരും തലമുറയെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളിനി ഓരോ കോള് വരുമ്പോഴും നമ്മൾ ഹരേ കൃഷ്ണ അല്ലെ ജയ് ശ്രീകൃഷ്ണ എന്നുള്ള ഉച്ചാരണം നമ്മൾ അങ്ങനെ നമ്മുടെ വരുന്നൊരു തലമുറയ്ക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മളെപ്പറ്റി അനവധി കാര്യങ്ങൾ പലതും പറയാൻ പലരും ഉണ്ടാവും. അവർക്കൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വേണം അവരോട് മറുപടി പറയാൻ. എല്ലാത്തിനും ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഈ 18 പുരാണങ്ങളുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അതിനുള്ള മറുപടി നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടേതൊരു സംസ്കാരമാണ്, ഹൈന്ദവ സംസ്കാരമാണ്. നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്നു. നമുക്ക് സഞ്ചരിക്കാൻ അനവധി മാർഗങ്ങളുണ്ട്. നമ്മൾ ഏത് മാർഗത്തിലെത്തിയാലും ഒന്നിലെത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ ആരും തന്നെ അവിടുത്തെ മേശാന്തിയോ തന്ത്രിയോ നിരന്തരം നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, എല്ലാ ദിവസവും വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വെട്ടും എന്നൊന്നും പറയുന്ന അവസ്ഥയൊന്നും നമ്മളെ സംബന്ധിച്ചില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്കാരം, നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്നു, എല്ലാവരെയും സന്തോഷത്തോടു കൂടിയിട്ട് അവരോട് പെരുമാറുന്നു. അത് നമ്മുടെ സംസ്കാരം. നമ്മൾ ആ സംസ്കാരത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മുടെ സംസ്കാരത്തെ, ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാനുള്ളൊരു സംവിധാനങ്ങൾ നമ്മളുണ്ടാക്കുക. ഈ ആചാരപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പാഠശാല അത് ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ മറ്റൊരു ഇതിൻ്റെയോ ആയിരിക്കില്ല. ഏതൊരു ക്ഷേത്രമുണ്ടോ ആ ക്ഷേത്രത്തിൻ്റെ തന്നെ സ്വന്തമായ രീതിയിലുള്ള വ്യവസ്ഥകളാണ് അവിടെയുള്ളവർ ചെയ്തു കൊടുക്കേണ്ടത്. മറ്റൊരു സംഘടനയുടേതെന്നുള്ള പേടിയിലാണ് ഇന്നത്തെ കാലത്ത് പല സ്ഥലത്തും കുട്ടികളെ പറഞ്ഞു വിടാൻ മടിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്കാരങ്ങൾ പഠിച്ചാൽ നമ്മുടെ കുടുംബത്തിനാണ് ഐശ്വര്യം. അവരുടെ ജീവിതത്തിൽ അവർക്ക് നന്മകൾ ഉണ്ടാവുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്തിനാണ് എന്ന് തൊട്ട് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ക്ഷേത്ര ദർശനം നടത്തണം. ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും, നമ്മളിപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയാലും ദുർഗാക്ഷേത്രത്തിൽ പോയാലും ഒക്കെ ആ ഭഗവതിയുടെ പല സ്വഭാവ രീതികളിലുള്ള ദർശനമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അതിൽ ആവശ്യമുള്ള കലകളെ വളർത്തുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞ ശക്തി ഒന്നാണ്. ആ ശക്തിയുടെ പല സ്വരൂപങ്ങളാണ് നമ്മൾ ആരാധിക്കുന്ന ഓരോ ഭാവങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്വഭാവമായിരിക്കില്ല നിങ്ങളുടെ വീട്ടിൽ. അത് മക്കളിലോ ഭർത്താവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാവുന്ന സമയത്ത് തന്നെ നമുക്ക് തിരിച്ചറിവിലേക്ക് എത്തുക ചെയ്യുന്നത്. നമ്മളൊരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തൊട്ടുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ 10 അവതാരങ്ങൾ നമ്മൾ എഴുതി നോക്കുക. ഭഗവാന്റെ 10 അവതാരങ്ങൾ എന്താണ് അത് എഴുതിയിട്ട് നമ്മുടെ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഒരു മാതാവിൻ്റെ ഉദരത്തിലെത്തുന്ന സമയം മുതൽ ഏത് തരത്തിലാണ് ആ കുട്ടി കടന്നു പോകുന്നത് നമ്മൾ എഴുതി നോക്കുക. നമ്മൾ ഈ 10 അവതാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭഗവാന്റെ പ്രധാനപ്പെട്ട 10 അവതാരങ്ങൾ. ബദ്രികാശ്രമത്തിൽ ഇപ്പം ഈ അവതാരങ്ങളൊക്കെ പറയുമ്പോൾ ഭഗവാൻ ഏത് സമയത്ത് വേണമെങ്കിലും അവതാരങ്ങൾ എടുക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പെരുമാറുക. നമ്മളിപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ ആദ്യം പോയിട്ട് ശാന്തനായിട്ട് പറഞ്ഞ് നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ദേഷ്യത്തോടുകൂടി സംസാരിക്കും. പിന്നെ എപ്പോഴും അവിടെ പോയി ദേഷ്യത്തോട് സംസാരിക്കണമെന്നില്ല. പിന്നീട് ആ സാഹചര്യം വന്നാൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഭഗവാന്റെ അവതാരങ്ങളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളോട് ഓരോരുത്തർ ചോദ്യം ചോദിച്ചാലും നമുക്ക് തിരിച്ചിതുപോലെ നമ്മുടെ സംസ്കാരത്തെപ്പറ്റി നമുക്ക് ഉത്തരങ്ങൾ പറയാൻ സാധിക്കണം. നമ്മളൊരു സംസ്കാരമായതുകൊണ്ടാണ്, ഹിന്ദു എന്ന സംസ്കാരത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ടാണ്, ഹൈന്ദവ സംസ്കാരത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് എല്ലാവരെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മനുഷ്യരാവാൻ നമ്മൾ ശ്രമിക്കുക. ഏതൊരു ക്ഷേത്രവും അതിന് ചുറ്റുപാടുമുള്ള ആളുകൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കണം. ഇതുപോലെയുള്ള ഭാഗവത സത്രവേദികൾ ഇനിയും ഈ ക്ഷേത്രത്തിൽ വരും കാലങ്ങളിലും ഒരുപാട് ആൾക്കാരെ കൂട്ടി
നമുക്ക് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ച് ചെയ്യാൻ സാധിക്കട്ടെ. അതിനെ നമ്മൾ ഈ സപ്താഹ സത്രവേദികളിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ നമ്മൾ ദർശനം നടത്താൻ വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ ഒരാളെ കൂടുതൽ കൊണ്ടുപോയി ദർശനത്തിന് വ്യവസ്ഥ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ്. നമ്മൾ ഓരോ ഭഗവാനിലേക്ക് ഓരോരുത്തരെ എത്തിക്കുന്നത് നമ്മുടെ ഒരു മഹാപുണ്യം തന്നെയാണ്. അപ്പം അതിനൊക്കെ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ബദ്രിനാഥൻ്റെ അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ. ഹരി ഓം. ജയ ബദ്രി വിശാൽ.